ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റേതായ നേതാക്കളൊക്കെ തങ്ങളുടെ അനുയായികളെ ആഹ്വാനം ചെയ്യുന്നത് ഈ ലോക ജീവിതത്തിൽ തന്നെ സൗഭാഗ്യവും സന്തോഷവും സുഖവും ഒക്കെ അനുഭവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ലോകരക്ഷകനായ ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് മരണത്തിന് ശേഷമുള്ള സ്വർഗരാജ്യത്തിലെ സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കാൻ, ഈ ലോക ജീവിതത്തിലെ ക്ലേശങ്ങളും ദുരിതങ്ങളുമൊക്കെ അനുഭവിക്കാനാണ്. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന്. വചനത്തിൽ പറയുന്നത് പോലെ ഈശോയോട് ഐക്യപ്പെട്ട് ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പീഡിപ്പിക്കപ്പെടും, സഹനങ്ങളിലൂടെ കടന്നു പോകണം. ലോകത്തിൻ്റേതായ ദുഷ്പ്രവർത്തികളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നവർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവരോട് നമ്മൾ ചേരാതെ വരുമ്പോൾ നമ്മുടെ ജീവിതശൈലിയെ ഓർത്ത് അവർ ചിലപ്പോൾ വിസ്മയിക്കാം, ചിലപ്പോൾ അവർ നമ്മളെ ദുഷിക്കാം. അവരോടൊപ്പം ചേരാത്തതുകൊണ്ട് അവർ നമ്മളെ തള്ളിപ്പറയും, നമ്മളെ ചിലപ്പം പീഡിപ്പിക്കും. ക്രിസ്ത്യാനികൾ ഇന്ന് എവിടെയും എപ്പോഴും പീഡിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചറിയുന്നുണ്ട്, നൈജീരിയയിൽ വളരെയധികം ക്രിസ്ത്യാനികൾ ഇന്ന് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഭാരതത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും ക്രിസ്ത്യാനികളുടെ പീഡനങ്ങൾ നമ്മൾക്കറിയാം. സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ തരുന്നത് കർത്താവ് തന്നെയാണ്. അവിടത്തോട് ചേർന്ന് നിന്ന് നമുക്ക് ജീവിക്കാം. സഹനങ്ങൾ നമ്മളെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളെല്ലാവരെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.